ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ ഇത്തവണ 100% താമര വിരിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം കഴിഞ്ഞ 5 വർഷമായി ഇവിടെ ഒരു MP ഉണ്ടായിരുന്നോ എന്ന് ജനങ്ങൾക്കറിയില്ല. അങ്ങനെയുള്ള ഒരു MPക്ക് വീണ്ടും വോട്ട് ചെയ്യാൻ ആറ്റിങ്ങൽ പാർലമെൻറ്റിലെ ജനങ്ങൾ അത്രമാത്രം മണ്ടന്മാരാണോ എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം അതിന്ന് ജനങ്ങൾ പ്രതിഫലിക്കുന്നു എന്ന് യാതൊരു സംശയവുമില്ലാതെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇന്ന് ജനങ്ങൾ വികസനമാണ് ആഗ്രഹിക്കുന്നത്. നരേന്ദ്രമോദി കാട്ടാക്കടയിൽ വന്ന സമയത്ത് അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തമായി പബ്ലിക്കിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ UDFൻ്റെയും LDFൻ്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഒട്ടനവധി പേർ ആ നരേന്ദ്രമോദിയെ ഒന്ന് കാണാൻ അദ്ദേഹത്തിൻ്റെ ദർശനത്തിന് വേണ്ടിയിട്ട് അവിടെ എത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ UDFനും LDFനും നിഷേധിക്കാൻ സാധിക്കില്ല. ഇവിടെ എൻ്റെ സഹോദരി പറഞ്ഞതുപോലെ എയിംസ് ഈ രാജ്യത്ത് എത്ര എയിംസ് ഉണ്ടായിരുന്നു? 60 വർഷക്കാലം ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഈ രാജ്യത്താകെ ഉണ്ടായിരുന്നത് 5 എയിംസുകളാണ്. ഇന്ന് 10 വർഷക്കാലം നരേന്ദ്രമോദി ഭരിച്ചപ്പോൾ ഈ രാജ്യത്ത് 20 എയിംസുകളായി. ഈ നെട്ടുകാൽത്തേരി എന്ന് പറയുന്ന സ്ഥലം എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. ഈ നെട്ടുകാൽത്തേരി 1ാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട നെട്ടുകാൽത്തേരിയിൽ 100 ഏക്കർ സ്ഥലം എയിംസ് തുടങ്ങാൻ അനുയോജ്യമായ സ്ഥലമുണ്ട്. ആ സ്ഥലം ഞങ്ങൾ ആവശ്യപ്പെടുകയും അന്നത്തെ MLA ആയിരുന്ന O. രാജഗോപാലിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കണ്ട് അത്തരത്തിലൊരു പ്രൊപ്പോസൽ കൊടുക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം ജില്ലയിൽ നെട്ടുകാൽത്തേരിയിൽ തുടങ്ങണം. അതിനനുയോജ്യമായ 100 ഏക്കർ സ്ഥലം നെട്ടുകാൽത്തേരിയിലുണ്ട്. പക്ഷേ ആ സ്ഥലം കേരള സർക്കാരിൻ്റെ പെർമിഷൻ കിട്ടിയില്ല. ഇന്ന് കേരള സർക്കാർ പറഞ്ഞത് എവിടെയാ? തിരുവനന്തപുരത്ത് ആവശ്യമില്ല. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തുടങ്ങേണ്ടത് കോഴിക്കോടാണ്. കോഴിക്കോടാണ് കേരളത്തിൻ്റെ മധ്യഭാഗം. അതുകൊണ്ട് ഇത് തിരുവനന്തപുരം ജില്ലയിൽ ആവശ്യമില്ല, അത് കോഴിക്കോട് തുടങ്ങണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ എയിംസ് ഇന്ന് നെട്ടുകാൽത്തേരിയിൽ തുടങ്ങാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് 100% പറയാൻ സാധിക്കും, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എയിംസ് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിനിവിടെ വികസനം നടക്കണമെങ്കിൽ നിങ്ങൾ ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റിലെ കേരളത്തിലെ ജനങ്ങൾ ഈ 2 മുന്നണികളെയും പരീക്ഷിച്ച് തളർന്നവരാണ്. ഇവിടെ LDFൻ്റെയും UDFൻ്റെയും പ്രതിനിധികൾ ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റ്. വർക്കല പാപനാശം മുതൽ നമ്മുടെ വിതുര വരെ വലിയൊരു നീണ്ട പ്രദേശമാണ്. പക്ഷേ അവിടെ ഈ MPക്ക് അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഇന്നത്തെ നിലവിലെ MPക്ക് എല്ലാ ഭാഗത്തും എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഇവിടുത്തെ UDFൻ്റെ പ്രതിനിധി ഒന്ന് ചിന്തിക്കണം. അദ്ദേഹം ഒരു തികഞ്ഞ പരാജയമാണ്. അതിന് തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന MP ആയാലും ശരി തന്നെ ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റിൻ്റെ വികസനത്തിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഉറപ്പ് പറയുന്നു, ഇവിടുത്തെ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് നെടുമങ്ങാട് ഒരു അന്താരാഷ്ട്ര സൂപ്പർ മാർക്കറ്റ് അടഞ്ഞു കിടപ്പുണ്ട്. വർഷക്കാലമായി അന്താരാഷ്ട്ര സൂപ്പർ മാർക്കറ്റ് നെടുമങ്ങാട് മേഖലയിൽ അടഞ്ഞു കിടക്കുകയാണ്. ആ സൂപ്പർ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കൃഷിക്കാർക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകിക്കൊണ്ട് കൂട്ടമായി പാടശേഖര സമിതികൾ രൂപീകരിച്ചുകൊണ്ട് അവർക്ക് വിത്തും വളവും സബ്സിഡി നിരക്കിൽ നൽകിക്കൊണ്ട് കാർഷിക മേഖലയെ ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ പരിപോഷിപ്പിച്ചാൽ ഈ പാർലമെൻറ്റിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് V. മുരളീധരനെ പോലെ കേന്ദ്രമന്ത്രിസഭയിൽ നരേന്ദ്രമോദിയിൽ വളരെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാളെ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടണം. അതിന് ജനങ്ങൾ തയ്യാറാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.